ഇതാണ് നമ്മുടെ പവർ ദോശ. സാധാ ദോശയ്ക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് കൊടുത്തതാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ദോശമാവാണ്. ഈ ദോശമാവ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാവേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ദോശമാവിൻ്റെ കൂടെ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ് 1/2 കപ്പ് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇത് 1/2 കപ്പ് കോളിഫ്ലവർ ആണ്. പൊടിയായിട്ട് ചോപ്പ് ചെയ്തതാണ്. ചോപ്പ് ചെയ്യുന്നതിന് മുന്നേ തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 1/2 കപ്പ് ബ്രൊക്കോളിയാണ്. ഇതും പൊടിയായി അരിഞ്ഞത് തന്നെയാണ്. കോളിഫ്ലവർ ചോപ്പ് ചെയ്യുന്നതിന് മുന്നേ തിളച്ച വെള്ളത്തിൽ നമ്മൾ 10 മിനിറ്റ് സോക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാട്ടോ പൊടിക്കുന്നത്. ഇത് 1/2 കപ്പ് ഉള്ളിയാണ്. ഇതും പൊടിയായിട്ട് അരിഞ്ഞത് തന്നെയാണ്. ഇത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കവും ചോപ്പ് ചെയ്തെടുത്തതാണ്, 1/2 കപ്പ് തന്നെ. അടുത്തത് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് നിലക്കടലയാണ്. ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ പ്രാവശ്യം പൾസ് ചെയ്തെടുത്തതാണ്, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇവിടെ ഉപ്പുണ്ട്. ഉപ്പൊരു 1/4 ടീസ്പൂണ്. ഞാൻ ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തതിനെ കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മാത്രം എടുക്കുന്നത്. ഇത് എള്ളാണ്, വെള്ള എള്ള്, അത് 1 ടേബിൾ സ്പൂൺ. ഇത് മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ. ഇത് പഞ്ചസാരയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് നമ്മുടെ ദോശ ബാറ്റർ ഉണ്ടാക്കാൻ നോക്കാം. ദോശ ബാറ്ററിനകത്തേക്ക് വെജിറ്റബിൾസ് എപ്പോഴും ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ മാത്രം മിക്സ് ചെയ്ത് ചേർത്തിയാൽ മതി കേട്ടോ. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ടേക്ക് ഇടാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, ഇത് ചൂടാവട്ടെ. മാവ് ഭയങ്കര കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം മാവിലേക്ക് ചേർത്താം. മാവ് കല്ലിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് പരത്തിയെടുക്കണ്ട കേട്ടോ. അടച്ചു വെക്കാൻ മറന്നു പോകരുത്, വെജിറ്റബിൾസ് കുക്ക് ആവാനുള്ളതാണ്. ഫ്ലെയിം നമുക്ക് മീഡിയത്തിലോട്ടേക്ക് മാറ്റാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്തെടുക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദോശ ഒന്ന് മറിച്ചിടാം. ദോശ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ പവർ ദോശ. സാധാ ദോശയ്ക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് കൊടുത്തതാണ്. വീട്ടിലെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.